ഒരുപാട് ആളുകൾ ഐസ്ക്രീം കഴിച്ചും വെള്ളത്തിൽ ചാടിയും ആയിരക്കണക്കിന് ആളുകൾ ഓടിച്ചാടി നടന്ന് സന്തോഷിക്കുന്ന കടൽ തീരത്തെ ബീച്ച്. അതിലൊരു കലാകാരൻ ആ ബീച്ചിൽ കൂടെ നടക്കാനിറങ്ങിയപ്പോൾ അവിടെ നിലത്ത് മണ്ണിൽ, കടൽ തീരത്തെ മണലിൽ ഒരു കടലാസ് കിടക്കുന്നു. ഒരു കടലാസ് അത് നനഞ്ഞു കിടക്കുന്നു. ഉപ്പുവെള്ളം വീണ് നനഞ്ഞു കിടക്കുവാണ്. അതിൽ മനുഷ്യർ ചവിട്ടിപ്പോയതിൻ്റെ ചില പാടുകളുണ്ട്. അതിൽ മണൽ പറ്റിയിട്ടുണ്ട്, മണൽ. അപ്പോൾ ആ മനുഷ്യൻ നടന്നു പോയപ്പോൾ ആ കടലാസ് ഉച്ചത്തിൽ കരഞ്ഞു. നിലത്ത് കിടക്കുന്ന കടലാസ് ഉച്ചത്തിൽ കരഞ്ഞു, സാറേ എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചു. കടലാസാണ് ചോദിച്ചത്, വെറും കഥയാണ്. അപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് ചോദിച്ചു, എന്നെ എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഈ മനുഷ്യരെ മുഴുവൻ എൻ്റെ മേത്താ തുപ്പുന്നത്. എന്നെ തുപ്പുന്നു, എന്നെ ചവിട്ടുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ ഒന്ന് രക്ഷിക്കാമോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം. എന്നിട്ട് ആ മനുഷ്യൻ കുനിഞ്ഞു. എന്നിട്ട് ആ കിടക്കുന്ന കടലാസ് എടുത്തു. എന്നിട്ട് ആ കടലാസിനോട് പറഞ്ഞു, ഇന്ന് നിൻ്റെ അവസ്ഥയോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. അവർ ചവിട്ടി, ഉപദ്രവിച്ചു, തുപ്പി, വിഷമിക്കൊന്നും വേണ്ട. മണൽ പറ്റി നനഞ്ഞു, ചില ഭാഗം ചെറുതായിട്ട് കീറിയിട്ടുണ്ട്, സാരമില്ല. ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോവാണ്. അയാൾ ആ കടലാസിനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു മേശപ്പുറത്ത് നിരത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോ, കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം ഉണങ്ങും. അപ്പോൾ ആ മണലൊക്കെ മാറ്റും, നിന്നെ ഞാനൊരു നല്ല രീതിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പോയി കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ആ കടലാസിൽ പറ്റിയിരുന്ന വെള്ളമെല്ലാം ഉണങ്ങി. അയാൾ ആ കടലാസ് എടുത്ത് ആ മണലൊക്കെ തൂത്തുകളഞ്ഞ് ആ കടലാസിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അത് നല്ലൊരു കടലാസാക്കി, ഒരു പേപ്പറാക്കി അവിടെ വെച്ചു. എന്നിട്ട് ആ പേപ്പറിനോട് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ ഞാനൊരു പട്ടമാക്കി മാറ്റും. എന്നെയോ? ഈ മണ്ണ് പറ്റിയ, അപ്പുറത്ത് ആൾക്കാർക്കാർക്കും വേണ്ടാതെ മണൽ പറ്റി, ചെളി പറ്റി എല്ലാവരും ചവിട്ടി നടന്ന എന്നെയോ? ആ, നിന്നെ തന്നെ. കഥ കഴിഞ്ഞിട്ടില്ല. ഈ കടലാസ് ആരാണ്? അതൊരു പക്ഷേ ഞാനാണ്, ഒരു പക്ഷേ ഇരിക്കുന്ന ആരൊക്കെയോ ആണ്. നിങ്ങളൊക്കെ ഇന്ന് നല്ല കാറ്, നല്ല വീടൊക്കെ ഉണ്ടാകാൻ കാരണം ഒന്നുമില്ലാത്തൊരു കാലത്ത് നിങ്ങളെ ഒരു ദൈവം പതുക്കെ കൈകളിൽ എടുത്തോണ്ടാ ഇന്ന് നല്ല കളറ്, നല്ല വീട്, നല്ല ജോലി, നല്ല ചുറ്റുപാട്, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള കട്ടിൽ, ഇഷ്ടമുള്ള രീതി, വാഹനം, എല്ലാം ഇന്നെല്ലാം വന്നു. അത് ദൈവം നിൻ്റെ കഴിവും എടുക്കുമല്ല, നിന്നെ ദൈവം കൈകളിൽ എടുത്തത് കൊണ്ടാണ്. അങ്ങനെ ഈ കടലാസിനെ പുള്ളി ഒരു കത്രിക എടുത്തുകൊണ്ട് വന്ന് ഈ കടലാസിനെ പല കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചു. എന്നിട്ട് ഒരു കുപ്പി നിറയെ പശയും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ കടലാസിനെ മുറിച്ചപ്പോൾ കടലാസ് ചോദിച്ചു, ആവശ്യത്തിലധികം ചവിട്ടും കുത്തിയും കിട്ടിയ ആളാണ് ഞാൻ, നിങ്ങളും എന്നെ മുറിക്കുവാണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ കുറച്ചുകൂടെ അംഗീകരിക്കും, നിങ്ങൾ പട്ടം ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ എന്നെ വീണ്ടും വേദനിപ്പിക്കുകയല്ലേ? ഞാൻ ആ ബീച്ചിൽ കിടന്ന് നാട്ടുകാരുടെ മുഴുവൻ ചവിട്ടുകൊണ്ട ആളാണ്, ഞാൻ അത്രയും വേദനിച്ച ആളാണ്. നിങ്ങളും എന്നെ നിങ്ങളും എന്നെ മുറിക്കുമല്ലേ? അപ്പോൾ പറഞ്ഞു, മുമ്പേ പാട്ടുകാരൻ പാടിയ പാട്ടാണ്, നിന്നെ മുറിക്കുന്നത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. സാരമില്ല, നീ ക്ഷമിക്കുക. അങ്ങനെ ഈ കടലാസിനെ പുള്ളി മുറിച്ച് ഒട്ടിച്ച് ഒരു പട്ടമാക്കി മാറ്റി. എന്നിട്ട് ആ കടലാസിനോട് പറഞ്ഞു, നീ ഇന്നലെ കരഞ്ഞ സ്ഥലത്ത് ഞാൻ നിന്നെ ഒരു നൂലേൽ കെട്ടി ആ കാറ്റിൻ്റെ ആ ഒരു ശക്തിയിൽ ഉയർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. അയാൾ അപ്പുറത്തെ മുറിയിൽ പോയി ഒരു കൈ നിറയെ നൂലെടുത്തോണ്ട് വന്ന് ആ ഉണ്ടാക്കിയ പട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് വളരെ മുറുക്കി കെട്ടി. അപ്പോൾ കടലാസ് പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആദ്യം മുറിച്ചു, ഇപ്പോൾ വല്ലാതെ മുറിച്ച് കെട്ടുന്നു, വല്ലാതെ മുറുക്കി കെട്ടുന്നു, നല്ല വേദനയുണ്ട്. അപ്പോൾ പറഞ്ഞു, നിന്നെ തകർക്കാനല്ല, നിന്നെ ഒരു പട്ടമായി നീ കരഞ്ഞെടുത്ത് നീ ഉയരും. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ. അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ ഈ ഉണ്ടാക്കിയ പട്ടവും നൂലുമൊക്കെയായി ബീച്ചിൽ ചെന്നു. എന്നിട്ട് ആ കടലാസിനോട് ചോദിച്ചു, എൻ്റെ വിചാരം നീ ഏകദേശം ഇവിടെ വച്ചാണ് എന്നെ കണ്ടത്, കരഞ്ഞത്. ഇവിടെ വച്ച് തന്നെ ഞാൻ നിന്നെ ആകാശത്തേക്ക് ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ ഈ പട്ടത്തിനൊത്തിരി കടലാസിന് ഭയങ്കര സന്തോഷമായി. ഇന്നലെ ചവിട്ടും കുത്തും തൊഴിയും ഒക്കെ കൊണ്ട് കിടന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ പതുക്കെ ഈ കടലിൽ നിന്ന് വീശി അടിക്കുന്ന ആ കാറ്റിൻ്റെ ആ ഒരു ബലത്തിൽ ഈ നൂല് അയാൾ വിട്ട് കൊടുക്കുമ്പോൾ ഉയർന്നു പോവുകയാണ്. ഉയർന്നു പോകുമ്പം ആ ബീച്ചിലുണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് കീശയിൽ നിന്ന് ഫോൺ എടുക്കാൻ തുടങ്ങി. അവർ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്തു. പെട്ടെന്ന് ആൾക്കാരെല്ലാം തല ഉയർത്തി ഇപ്പോൾ നോക്കാൻ തുടങ്ങുന്നു. അതാര് കണ്ടു? ഈ കടലാസ് കണ്ടു. ഇന്നലെ ഇവരെല്ലാം എന്നെ ചവിട്ടുകയും കുത്തുകയും ആർക്കും വേണ്ടാതെ കിടന്ന എന്നെ ഇപ്പോൾ ഇതാ എല്ലാവരും സന്തോഷത്തോടെ ഇപ്പോൾ അവരുടെ സെൽഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര സംഭവം. ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, കഥ തീർന്നിട്ടില്ല. ഒന്നുമില്ലാത്ത പലരെയും ദൈവം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ഈ കടലാസ് അങ്ങനെ ഉയർന്ന്
ഒരു പരിധി വരെ ആകാശത്തിൻ്റെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയപ്പോൾ കാറ്റിൻ്റെ ബലത്തിൽ ഇങ്ങനെ ബീച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. അപ്പോൾ താഴെ നിൽക്കുന്ന മനുഷ്യൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ നൂലും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഉയരത്തിലെത്തിയപ്പോൾ ആ പട്ടം, ആ കടലാസ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ ഇച്ചിരി നല്ല കാലം വന്നപ്പം താഴെ നിൽക്കുന്നവനോട് ഇഷ്ടക്കേട് വന്നു. അപ്പോൾ ഈ പട്ടം ഉണ്ടാക്കിയവനോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് സ്വാതന്ത്ര്യം വേണം. എനിക്ക് ആകെ ഒരു വിഷമം, ഒരു ശ്വാസം മുട്ടുന്നത് പോലെ. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വളരാൻ പറ്റും. നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ചോട്ടിൽ? വളർന്നവരും ഉയർന്നവരും മറക്കരുത്, ആരോ താഴെ നിന്നോണ്ടത് കൊണ്ടൊക്കെയാ പലരും ഉയർന്നത്. ഒറ്റയ്ക്ക് ആരും വളർന്നിട്ടില്ല. ആ നൂലിന്റെ സ്ഥാനത്തും താഴെ നിൽക്കുന്ന മനുഷ്യന്റെ സ്ഥാനത്തും ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു, പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അതുകൊണ്ടൊക്കെയാ ഇന്ന് പലരും ഉയർന്നതും വീട് വെച്ചതും നല്ല ചുറ്റുപാടിൽ ജീവിച്ചതൊക്കെ. പക്ഷെ നല്ല കാലം വരുമ്പോ ആ താഴെ നിന്നോനെയൊക്കെ പുറംകാലിനടിച്ച് ദൂരക്കളയും. അയാളോ അയാൾ എന്ത് ചെയ്തു? അയാൾ എന്തോ ചെയ്തു? ഇയാൾ വലിയ വീരവാദം എന്ത് ചെയ്തു? അയാൾ നമ്മൾ പറയാൻ അയാൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അയാളാണ് നീ ഒന്നുമില്ലാത്ത സമയത്ത് എടുത്തതും നിന്നെ ശ്രദ്ധിച്ചതും നിന്നെ പ്രോത്സാഹിപ്പിച്ചതും സാരമില്ലെന്ന് പറഞ്ഞതും. അങ്ങനെ ഒരാളുണ്ട് എല്ലാ ജീവിതങ്ങളുടെ പുറകിലും ഉണ്ട്. ഒറ്റയ്ക്ക് ആരും വലിയ പടർന്ന് പുലിയായിട്ടില്ല. അത് ഞാനാണേലും നിങ്ങളാണേലും. അപ്പൊ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് നൂല് ഇഷ്ടപ്പെടില്ല. അങ്ങനെയല്ലേ പലരും പറയുന്നത്. ഇച്ചിരി കാശാകുമ്പോൾ പറയില്ലേ, എന്തു പ്രാർത്ഥന, എന്തു പള്ളി, എന്ത് ആരാധന, നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാൽ ഇതല്ലേ പണിയുള്ളൂ, നിങ്ങൾ കുറെ പ്രാർത്ഥിച്ചിട്ട് വല്ല ഉണ്ടായോ ഇവിടെ എന്നൊക്കെ നമ്മുടെ വീട്ടിലുള്ള മക്കൾ പോലും ചോദിക്കും. എന്ത് നൂല്, എന്ത് ആളെന്നൊക്കെ നമ്മൾ ചോദിക്കും. നൂല് ചെറുതാ, വില കുറച്ച് കാണരുത്. ആ നൂലേലാ നീ ഉയർന്നതെന്ന് ഓർക്കണം. നൂല് ചെറുതാ, വലിച്ചാ പൊട്ടുന്ന നൂല. പക്ഷെ അങ്ങനെ ഒരു നൂലേല ഓരോ മനുഷ്യനും ഉയർന്നത്. അങ്ങനെ ഒരു നൂലേല. അങ്ങനെ ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിന്റെ പുറകിലുണ്ടായിരുന്നു. അമ്മയുടെ രൂപത്തിലും അപ്പന്റെ രൂപത്തിലും സുഹൃത്തിന്റെ രൂപത്തിലും അയൽവാസിയുടെ രൂപത്തിലും അധ്യാപകന്റെ രൂപത്തിലും ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവ് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അവളോടൊത്ത് ജീവിക്കാൻ. അയാൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അയാൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പ്രാർത്ഥിക്കാൻ വന്നത്. കുടുംബ പ്രശ്നം വേറൊരു വഴിക്ക്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞു, നിങ്ങളെ ആത്മാർത്ഥമായി കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടല്ലോ. അയാൾ ഇച്ചിരി കോട്ടിയ ചിരിയോടെ പറഞ്ഞു, ഭാര്യയായിരിക്കും, പുള്ളിക്കാരിക്ക് ഇതേ പണിയുള്ളൂ. പക്ഷെ അയാളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ തകരാതിരിക്കുന്നതിന്റെ കാരണം അങ്ങനെ ഒരു സ്ത്രീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ല പണ്ടേ നീ ചാരമായി പോയനെ. ആരൊക്കെയോ നമ്മൾ കളിയാക്കിയ, ആരൊക്കെയോ നമ്മൾ വിലയില്ലാതെ കണ്ട പലരും നമ്മളെ വലിയ വിലയോടെ കണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും പിടിച്ചു നിന്നതും ജീവിക്കുന്നതും മുന്നോട്ട്. ആരെയും വില കുറച്ച് കാണരുത്. ചിലർ പറയും, ഇയാൾ എപ്പോഴും ഈ പള്ളി പോക്കാണ്, എപ്പോൾ നോക്കിയാലും ഇപ്പോൾ പ്രാർത്ഥനയാണെന്ന്. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പല പ്രശ്നത്തിലും നമ്മൾ തകരാതെ നിന്നത്. നമ്മളെവിടെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരൊക്കെയോ കരമുയർത്തിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗം ഞാൻ നിങ്ങളും ഇനി ചിലപ്പോൾ കാണത്തില്ലായിരിക്കും നമ്മൾ തമ്മിൽ. പക്ഷേ ഈ നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ ആരൊക്കെയോ കരങ്ങൾ ഉയർത്തും. ആരൊക്കെയോ, നിങ്ങളെ അറിയാത്ത ആരൊക്കെയോ ഏതോ ഒരു നാട്ടിലിരുന്ന്, ദൈവമേ ഈ നിയോഗം അങ്ങ് കേൾക്കണമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബത്തെ സഹായിക്കണമേ എന്ന് നിങ്ങളുടെ വീട്ടുകാർ പ്രാർത്ഥിക്കുമോ? അങ്ങനെ നിങ്ങളുടെ കുടുംബക്കാർ പ്രാർത്ഥിക്കുമോ? ഇതുപോലെ കരങ്ങൾ ഉയർത്തി ഏതൊക്കെയോ വെറുതെക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതൊക്കെ ഒരു നൂലാണ്, അത് പൊടിച്ചു കളയരുത്. അങ്ങനെ ഈ പട്ടം അങ്ങ് ഉയർന്നെത്തിയപ്പോൾ പട്ടം ചോദിച്ചു, നിങ്ങൾ എന്തിനാ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നത്, വിടണമെന്ന് പറഞ്ഞു, എന്നെ ഫ്രീ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വഴക്കുണ്ടാക്കി ആ നൂല് പൊട്ടിപ്പോയി. നൂലല്ലേ പൊട്ടിയുള്ളൂ. നൂല് പൊട്ടിയപ്പോൾ നമ്മൾ തകരുമോ? പിന്നെ നൂലിലാണോ കാര്യം ഇരിക്കുന്നത്? ആ പട്ടം ഈ നൂലങ്ങ് പൊട്ടിയപ്പിനെ പെട്ടെന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോയപ്പം ഒരൊറ്റ ചിരി കണ്ട. നിങ്ങളിങ്ങനെ പിടിച്ചോണ്ടിരുന്നോണ്ടാ എൻ്റെ വളർച്ചയെല്ലാം ഇങ്ങനെ പ്രശ്നമായിട്ട് നിന്നേ. ആ നൂല് പൊട്ടിയപ്പോൾ കണ്ടോ, ഞാൻ കുറച്ചുകൂടെ മുകളിലോട്ട് വരാൻ പറ്റി. എനിക്ക് അങ്ങെത്തായിരുന്നു, നിങ്ങൾ കുറേ നേരം പിടിച്ചോണ്ടിരുന്നോണ്ടാ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു. ഇത് കേട്ട് വിഷമിച്ച് പട്ടം ഉണ്ടാക്കിയ വീട്ടിൽ പോയി. അയാൾക്ക് ഒത്തിരി വിഷമം തോന്നി. എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ കിട്ടിയത്. അയാൾ വീട്ടിൽ പോയി. ഒരു ദിവസം വിഷമം കൊണ്ട് പുറത്തിറങ്ങിയില്ല, അവിടെ വീട്ടിലിരുന്നു. കഥയാണ്. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും കടൽ തീരത്തൂടെ വരുമ്പോൾ അയാൾ നടക്കാനിറങ്ങിയപ്പോൾ കാണുന്നു, ഇന്നലെ വലിയ ചിരിയും ബഹളവും ഒക്കെ വെച്ച് വലിയ പുള്ളിയാന്ന് പറഞ്ഞ പട്ടം ഇതേ കടൽ തീരത്തെ ബീച്ചിൽ വന്ന് അടിഞ്ഞു കിടക്കുന്നു, നനഞ്ഞ് കുതിർന്ന് മണ്ണും പറ്റി. അപ്പോൾ ഈ മനുഷ്യ, ഈ പട്ടി ഉണ്ടാക്കിയ ആൾ ചോദിച്ചു, അല്ല എന്താ ഇവിടെ, എന്തു പറ്റി? അപ്പോൾ ആ പട്ടം പറയാണ്, സാറേ എന്നോട് ക്ഷമിക്കണം, എന്നെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച നൂല് ഞാൻ പൊട്ടിക്കാൻ പാടില്ലായിരുന്നു അല്ലേ. അത് പൊട്ടിയപ്പോഴാ ഞാനും ജീവിതത്തിൽ പൊട്ടിപ്പോയത്. ജീവിതത്തിൽ പലരും പൊട്ടിപ്പോയത് അപ്പുറത്തെ രാജ്യത്ത് നിന്ന് യുദ്ധം ഉണ്ടായതുകൊണ്ടല്ല,
അവരും ദൈവവും തമ്മിലുള്ള കണക്ഷൻ പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ടാണ് പലരും ബിസിനസ്സിൽ പൊട്ടിയത്, പലരും ജീവിതത്തിൽ പൊട്ടിയത്. ഇന്ന് പട്ടം പറയുവാണ്, ഞാനിന്ന് ഇവിടെ കിടക്കാൻ കാരണം നിങ്ങളും ഞാനും തമ്മിലുള്ള ആ ചെറിയ നൂല്, നിങ്ങളും നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ഈ പള്ളി, ഈ ആരാധനാലയം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വിശ്വാസം നൂല ഇത്രയും ചെറുതാ, പക്ഷെ അത് പൊട്ടിപ്പോകുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. ഇപ്പോൾ അറിയില്ല, 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലർ അറിയണത്, 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞു ഞാൻ അത് പാടില്ല, ചെയ്യാൻ പാടില്ലായിരുന്നു, പൊട്ടിക്കാൻ പാടില്ലായിരുന്നു, ആ പ്രാർത്ഥന നിർത്താൻ പാടില്ലായിരുന്നു. കളയരുത്. ചെറിയ നൂലാണെന്ന് തോന്നും. കുഞ്ഞുങ്ങളുണ്ട്, യുവാക്കളുണ്ട്. അത് ആ ബന്ധം പൊട്ടിച്ചിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പോകരുത്, വേറൊരു ബന്ധം. ആ ബന്ധം പൊട്ടിയാൽ തീർന്നു, എന്നാ മിടുക്കനാണേലും. അപ്പോൾ ആ പട്ടം പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റി സാറേ. ഉയർന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. ബൈബിളിൽ പറയുന്നൊരു വാക്കുണ്ട്, അഹങ്കരിക്കുന്നവരെ ദൈവം സിംഹാസനത്തിൽ നിന്ന് മാറിയിരിക്കട. ഇങ്ങോട്ടെന്നല്ല പറയുന്നേ, നിന്നെ ഞാൻ മറിച്ചിടുമെന്ന്. ഹേയ്, അത് ഇച്ചിരി കട്ടിയായ വാക്കാണ്. എന്നാൽ എഴുന്നേറ്റ് മാറിയിരിക്കുന്നല്ല പറഞ്ഞത്. അഹങ്കരിക്കുന്നവരെ ഇരിക്കുന്ന സിംഹാസനമാണേലും അവിടുന്ന് മറിച്ചിടും ദൈവം. അഹങ്കരിക്കരുത്. ദൈവം തന്നതല്ലാത്ത ഒന്നും നമുക്കില്ല. ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാൻ നമുക്ക് വകയുമില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും അഹങ്കരിക്കരുത്. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. അതാരായാലും അത് ദൈവത്തിൻ്റെ ഉയർത്താനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എളിമയുള്ളവരെ ദൈവം, മാതാവ് പറഞ്ഞ വാക്കില്ലേ പരിശുദ്ധമ്മ, എളിയ ദാസിയെ ദൈവം തൃക്കൺ വാർത്തു, കടാക്ഷിച്ചു. എളിമയുള്ളവരെ ഉയർത്തും. ഇനി അഹങ്കരിക്കുന്നത് കാട്ടിലെ ഓക്കുമരമാണേലും, ഓക്കുമരത്തോടൊരു മനുഷ്യൻ പറഞ്ഞു, ഓക്കുമരമേ നീ അഹങ്കരിക്കരുത്. നീ അഹങ്കരിച്ചാൽ നീ മണ്ണിൽ വീണു പോകും, മണ്ണ് പറ്റിപ്പോകും നിന്റെ മേത്ത്. ഒരിക്കലും നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നത് കാട്ടിലെ ഓക്കുമരമാണേലും അത് നിലംപൊത്തിപ്പോകും, മണ്ണ് പറ്റും. അങ്ങനെ ഒരുപാട് പേരെ നമുക്കും അറിയാം. ദൈവത്തോടുള്ള ബന്ധം കളയരുത്. ആര് പറഞ്ഞാലും, ആര് വിമർശിച്ചാലും, ലോകം മുഴുവൻ ട്രോൾ ഇറക്കിയാലും, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തോടും ദൈവാരാധനയോടുള്ള ബന്ധം കളഞ്ഞിട്ട് മറ്റൊരു ബന്ധം എനിക്കില്ല. ആ ബന്ധമാണ് എൻ്റെ ഉയർച്ചയുടെ അടിസ്ഥാനം. ആ പ്ലാറ്റ്ഫോമിൽ നിന്നേ ഞാൻ വളരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നേ എൻ്റെ വളർച്ചയുള്ളൂ. അല്ലാത്ത വളർച്ചയൊക്കെ ഒറ്റ പോക്ക് പോയി പിന്നെ എവിടെയെങ്കിലും ബീച്ചിൽ കിടക്കും, എവിടെയെങ്കിലുമൊക്കെ താഴെ വീണ് കിടക്കും. പലരും പൊട്ടി താഴെ വീണതിൻ്റെ കാരണം ഒരു ഗ്രാഫ് വരച്ച് ചിന്തിച്ചു നോക്കൂ. അതിൻ്റെ പിറകിലും ഇതുപോലൊരു കാരണം ഉണ്ടാകാം. അപ്പോൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.